ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്ന് നമ്മളുടെ വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പലർക്കും പലരുടെയൊക്കെ ഒരു ആഗ്രഹമാണ് പുഷപ്പ് അടിക്കണം, പുള്ളപ്പ് അടിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ അതിലൊന്നാണ് പുഷപ്പ് വീഡിയോ ആണ്. ഇത് നമ്മളുടെ പുഷപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. സംഭവം ഈ പുഷപ്പ് എന്ന് പറയുന്ന സംഭവം വലിയൊരു കാര്യമൊന്നുമല്ല. കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഈ പുഷപ്പും പുള്ളപ്പും. അപ്പോൾ ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പുഷപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാൾ പുഷപ്പാണ്. അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ഈ ഭിത്തിയിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു ഭിത്തിയിനോട് ചേർന്ന് നിൽക്കുക. ഇതിൽ നിന്ന് കുറച്ചൊരല്പം ബാക്കിലോട്ട് നിൽക്കുക. ശേഷം നിങ്ങളെ ചെസ്റ്റ് ടു ഷോൾഡർ ഡിസ്റ്റൻസിൽ നമ്മൾ കൈ വെക്കുക. കൈ ഫിക്സ് ചെയ്യേണ്ടത് ഷോൾഡർ ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ഷോൾഡർ ഡിസ്റ്റൻസ് കൈ വെച്ചതിന് ശേഷം നിങ്ങൾ ഒരുപാട് ഇങ്ങനെയായി പോകരുത്, ക്ലോസും വേണ്ട. ഒരു മീഡിയം ആംഗിളിൽ കറക്റ്റ് നിങ്ങൾ ഷോൾഡർ ഡിസ്റ്റൻസിൽ കൈ വെച്ചതിന് ശേഷം ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. അടുത്തതായിട്ട് ഇൻക്ലൈൻ പുഷപ്പാണ്. അതിന് നമുക്ക് ഇതുപോലത്തെ വല്ല ബോക്സ്, അത് നമ്മുടെ എന്തെങ്കിലും ബെഞ്ച്, എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് ഒരു ചെരിഞ്ഞ് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തും തന്നെ നമുക്ക് അതിന് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ബോക്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് ഒരു ഷോൾഡർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മതി. ചെസ്റ്റിനോട് നേരെ വരുന്ന തരത്തിൽ നമ്മൾ നേരെ ഇങ്ങോട്ടും കയറേണ്ട, ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി വേണ്ട. ചെസ്റ്റിന് നേരെ കറക്റ്റ് ലെവലിൽ വരുന്ന രീതിക്ക് വേണം നമ്മളിതിൻ്റെ ആംഗിൾ, ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് നീ പുഷപ്പാണ്. സോ നമ്മൾ രണ്ട് കാലും മുട്ടവും കറക്റ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം കൈകൾ വൈഡാക്കി വെക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെസ്റ്റ് ടു ഷോൾഡറിൻ്റെ ഗ്യാപ്പിൽ വരുന്ന തരത്തിൽ പുൾ ഡൗൺ ആൻഡ് അപ്പ്. ഓക്കെ, പലതും ഇത് ചെയ്യുമ്പോൾ വരാവുന്നൊരു തെറ്റാണ് ഇങ്ങനെ. അതങ്ങനെയല്ല, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫുൾ അപ്പർ ബോഡി ഫുൾ ഡൗൺ ആവുന്ന തരത്തിൽ നല്ല രീതിക്ക് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ 3 സ്റ്റെപ്സ് നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നോർമൽ പുഷപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ ലെഗ്സ് കറക്റ്റ് ഈ ഒരു ആംഗിൾ ഫിക്സ് ചെയ്തതിന് ശേഷം ഓക്കെ, നമ്മൾ ഷോൾഡർ ഡിസ്റ്റൻസ് വെക്കുക. നേരെ ഷോൾഡറിന് താഴെ. ഓക്കെ, അതായത് ഷോൾഡറിന് താഴെ വെച്ചതിന് ശേഷം ഷോൾഡർ ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, ശേഷം ഒരുപാട് വൈഡായും പോകാൻ പാടില്ല, ക്ലോസ് ആയും പോകാൻ പാടില്ല, ഇത് മിഡിൽ ലെവൽ. ഓക്കെ, ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ പുഷപ്പ് പഠിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇത് ആക്ച്വലി 10 റെപ്പിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റെപ്പ് കടക്കാം. അല്ലെങ്കിൽ 15 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 റെപ്പിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് കടക്കാം എന്നൊക്കെ പറയും. ഞാനെപ്പോഴും എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് പറയാറ്, നിങ്ങളൊരു 15 കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്കൊരു 3 സെറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുന്നതാണ്. അതേപോലെ തന്നെ അത് ഈ വാൾ പുഷപ്പ് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മറ്റ് ഈ ഇൻക്ലൈൻ പുഷപ്പ് അതുപോലെ തന്നെ ഈ പുഷപ്പൊക്കെ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും പലർക്കും. നിങ്ങളത് ഒരു 15 റെപ്പിറ്റേഷൻ വെച്ചിട്ട് നിങ്ങൾക്കൊരു
ടു 3 സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സെറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അങ്ങനെ നിങ്ങൾക്ക് പോകാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ പുഷപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഈസിലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ പുഷപ്പ് ഒരു വിഷയമല്ല. ഈ വീഡിയോ കണ്ടതൊന്നുമല്ല, എല്ലാവർക്കും ഇത് വീട്ടിൽ നിന്നാണെങ്കിലും വീട്ടിലുള്ളവർക്കാണെങ്കിലും ഇതിന് പോകുന്നവർക്കാണെങ്കിലും ആർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിന് ഏജ് പ്രശ്നമല്ല, ഒന്നും തന്നെ പ്രശ്നമല്ല. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള ഹെൽപ്ഫുള്ളായിട്ട് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും നമുക്ക് ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. സീ യു. ബൈ.